25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ ഉന്നതിക്ക് വേണ്ടി ദിവസവും കണക്കെടുക്കൂ. മുഴുവൻ ദിവസത്തിലും പെരുമാറ്റം എങ്ങനെയായിരുന്നു? യജ്ഞത്തോട് സത്യസന്ധമായി ഇരുന്നുവോ എന്ന് പരിശോധിക്കൂ. ചോദ്യം: ഏത് കുട്ടികളോട് ബാബയ്ക്ക് വളരെയധികം ആദരവുണ്ട്? ആ ആദരവിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: ഏത് കുട്ടികളാണോ ബാബയോട് സത്യതയോടെ ഇരിക്കുന്നത്, യജ്ഞത്തോട് സത്യസന്ധരായിരിക്കുന്നത്, യാതൊന്നും ഒളിപ്പിക്കാത്തത്, ആ കുട്ടികളോട് ബാബയ്ക്ക് വളരെയധികം ആദരവുണ്ട്. ആദരവുള്ളത് കാരണം വാത്സല്യം നൽകി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, സേവനത്തിലും അയക്കുന്നു. ബാബയോട് സത്യം കേൾപ്പിച്ച് ശ്രീമത് സ്വീകരിക്കുന്നതിൻ്റെ വിവേകം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ഗീതം. സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ഓം ശാന്തി. ഇപ്പോൾ ഈ ഗീതം തെറ്റായി. കാരണം പരമാത്മാവ് ദീപനാളമല്ല. പരമാത്മാവിനെ വാസ്തവത്തിൽ ദീപനാളം എന്ന് പറയുന്നില്ല. ഭക്തിയിൽ അനേകം പേര് വച്ചിരിക്കുന്നു. അറിയാത്തത് കാരണം പറയുന്നുമുണ്ട്, നേത്തി നേത്തി, നമുക്കറിയില്ല, നാസ്തികരാണ്. പിന്നെ എന്ത് പേര് വന്നുവോ അത് പറയുന്നു. ബ്രഹ്മം, ദീപനാളം. കല്ലിലും മണ്ണിലും പരമാത്മാവുണ്ട് എന്ന് പറയുന്നു. കാരണം ഭക്തിമാർഗത്തിൽ ആർക്കും തന്നെ ബാബയെ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ബാബയ്ക്ക് തന്നെ വന്ന് തൻ്റെ പരിചയം നൽകേണ്ടതുണ്ട്. ശാസ്ത്രങ്ങൾ തുടങ്ങിയവ ഒന്നിലും ബാബയുടെ പരിചയമില്ല. അതിനാൽ അവരെ നാസ്തികർ എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ബാബ പരിചയം നൽകി. എന്നാൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതിൽ വളരെയധികം ബുദ്ധിയുടെ കാര്യമുണ്ട്. ഈ സമയത്ത് കല്ല് ബുദ്ധിയാണ്. ആത്മാവിലാണ് ബുദ്ധിയുള്ളത്. ഓർഗൻസിലൂടെ അറിയാൻ സാധിക്കുന്നു. ആത്മാവിൻ്റെ ബുദ്ധി പവിഴമാണോ അതോ കല്ലാണോ? മുഴുവൻ ആധാരവും ആത്മാവിന്മേലാണ്. മനുഷ്യർ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, അത് നിർലേപമാണ്. അതിനാൽ എന്താഗ്രഹിക്കുന്നുവോ ചെയ്തുകൊണ്ടിരിക്കൂ എന്ന്. മനുഷ്യനായിട്ട് അച്ഛനെ അറിയുന്നില്ല. ബാബ പറയുന്നു, മായാ രാവണൻ എല്ലാവരുടെയും കല്ല് ബുദ്ധി ആക്കിയിരിക്കുന്നു. ദിനം പ്രതിദിനം കൂടുതൽ തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. മായയ്ക്ക് വളരെ ബലമുണ്ട്, നേരെയാകുന്നതേയില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. രാത്രിയിൽ മുഴുവൻ ദിവസത്തെയും കണക്കെടുക്കൂ. എന്താണ് ചെയ്തത്? നമ്മൾ ആഹാരം ദേവതമാരെ പോലെ ഭക്ഷിച്ചുവോ? പെരുമാറ്റം നിയമമനുസരിച്ച് നടന്നുവോ? അതോ മൂഢന്മാരെ പോലെയായിരുന്നോ? ദിവസവും തൻ്റെ കണക്ക് സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉന്നതി ഒരിക്കലും ഉണ്ടാവുകയില്ല. വളരെ പേരെ മായ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു. എഴുതുന്നുണ്ട്, ഇന്ന് നമ്മുടെ ബുദ്ധിയോഗം ഇന്ന ആളുടെ നാമരൂപത്തിൽ പോയി, ഇന്ന് ഇന്ന പാപകർമ്മം ഉണ്ടായി. ഇങ്ങനെ സത്യം എഴുതുന്നവർ കോടിയിലും ചിലർ മാത്രമാണ്. ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നെ തീർത്തും അറിയുന്നില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. അപ്പോഴാണ് കുറച്ചൊക്കെ ബുദ്ധിയിൽ ഇരിക്കുക. ബാബ പറയുന്നു, നല്ല നല്ല കുട്ടികളുണ്ട്, വളരെ നന്നായി ജ്ഞാനം കേൾപ്പിക്കുന്നു. യോഗം ഒട്ടുമില്ല, പൂർണ്ണമായ തിരിച്ചറിവില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. മുഴുവൻ ലോകത്തെയും മനുഷ്യകുലം രചയിതാവിനെയും രചനയെയും തീർത്തും അറിയുന്നില്ല. അപ്പോൾ യാതൊന്നും അറിയാത്തതുപോലെയായി. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്, വീണ്ടും ഉണ്ടാകും.
5000 വർഷത്തിന് ശേഷം വീണ്ടും ഈ സമയം വരും. എനിക്ക് വന്ന് മനസ്സിലാക്കിക്കേണ്ടി വരും. രാജപദവി നേടുന്നത് നിസ്സാര കാര്യമല്ല, വളരെയധികം പ്രയത്നമുണ്ട്. മായ നന്നായി തന്നെ യുദ്ധം ചെയ്യുന്നു. വലിയ യുദ്ധം നടക്കുന്നു. ബോക്സിംഗ് ഉണ്ടല്ലോ. വളരെ സമർത്ഥരായവർ ആരാണോ അവരുടെ ബോക്സിംഗ് ആണ് നടക്കുന്നത്. എങ്കിലും ഒരാൾ മറ്റൊരാളെ അബോധാവസ്ഥയിൽ ആക്കുന്നുവല്ലോ. പറയുന്നു ബാബ, മായ വളരെയധികം കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നു, ഇത് സംഭവിക്കുന്നു എന്ന്. അതും വളരെ കുറച്ചു പേരാണ് സത്യം എഴുതുന്നത്. വളരെ പേരുണ്ട്, അവർ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഞാൻ എങ്ങനെയാണ് ബാബയെ സത്യം കേൾപ്പിക്കേണ്ടത്, എന്ത് ശ്രീമത്താണ് എടുക്കേണ്ടത് എന്ന അറിവില്ല, വർണ്ണിക്കുവാൻ കഴിയുന്നില്ല. ബാബയ്ക്കറിയാം മായ വളരെ ശക്തിശാലിയാണ്. സത്യം പറയുന്നതിൽ വളരെ ലജ്ജ തോന്നുന്നു. അവരിൽ നിന്നും അങ്ങനെയുള്ള കർമ്മമുണ്ടാകുന്നു, അത് പറയുന്നതിന് ലജ്ജ വരുന്നു. ബാബയാകട്ടെ വളരെ ആദരവ് നൽകി ഉയർത്തുന്നു. ഇന്ന ആൾ വളരെ നല്ലതാണ്, ഇന്ന ആളെ ഓൾറൗണ്ട് സേവനത്തിനായി അയക്കും. പിന്നെ ദേഹാഹങ്കാരം വന്നു, മായയുടെ ഇടിയേറ്റു, അവർ വീണു. ബാബയാണെങ്കിൽ ഉയർത്തുന്നതിന് വേണ്ടി മഹിമയും ചെയ്യുന്നു. വാത്സല്യം നൽകി ഉയർത്തും. നിങ്ങൾ വളരെ നല്ലവരാണ്, സ്ഥൂല സേവനത്തിലും നല്ലതാണ്. എന്നാൽ യഥാർത്ഥ രീതി ഇരുന്ന് പറഞ്ഞു തരുന്നു, ലക്ഷ്യം വളരെ ഭാരിച്ചതാണ്. ദേഹവും ദേഹത്തിൻ്റെ സംബന്ധവും ഉപേക്ഷിച്ച് സ്വയം അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഈ പുരുഷാർത്ഥം ചെയ്യുന്നത് ബുദ്ധിയുടെ കാര്യമാണ്. എല്ലാവരും പുരുഷാർത്ഥികളാണ്. എത്ര വലിയ രാജധാനിയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബാബയുടെ കുട്ടികളുമാണ്, സ്റ്റുഡൻസുമാണ്, പിന്നെ ഫോളോവേഴ്സുമാണ്. ഇത് മുഴുവൻ ലോകത്തിൻ്റെയും പിതാവാണ്. എല്ലാവരും ആ ഒന്നിനെയാണ് വിളിക്കുന്നത്. ആ ഒന്ന് വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇത്രയും ആദരവുണ്ടായിരിക്കുന്നില്ല. വലിയ വലിയ വ്യക്തികൾ വരുമ്പോൾ എത്ര ആദരവോടെയാണ് അവരെ ശ്രദ്ധിക്കുന്നത്, എത്ര ആർഭാടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ എല്ലാവരും പതീതരാണ്. എന്നാൽ സ്വയം മനസ്സിലാക്കുന്നില്ല, മായ തീർത്തും തുച്ഛബുദ്ധിയാക്കി മാറ്റിയിരിക്കുന്നു. കലിയുഗത്തിൻ്റെ ആയുസ് ഇത്രയും നീണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ ബാബു പറയുന്നു, 100% അവിവേകികളായല്ലോ. മനുഷ്യരായിട്ട് എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 5000 വർഷത്തിൻ്റെ കാര്യത്തെ 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. ഇതും ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. 5000 വർഷം മുമ്പ് ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു. ഇവർ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരായിരുന്നു. അതിനാൽ അവരെ ദേവതയെന്നും ആസുരീയ ഗുണങ്ങളുള്ളവരെ അസുരനെന്ന് പറയുന്നു. അസുരനും ദേവനും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. എത്ര പോരാട്ടങ്ങളും അടികൂടലും തുടങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യജ്ഞത്തിൽ മുഴുവൻ ലോകവും സ്വാഹ ആകേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഈ എല്ലാ തയ്യാറെടുപ്പുകളും ആവശ്യമാണല്ലോ. ബോംബുകൾ കണ്ടുപിടിച്ചത് തന്നെ പിന്നെ അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ എല്ലാവരുടെയും പക്കൽ അനേകം ഉണ്ടാകും. കാരണം വിനാശം ഒറ്റയടിക്ക് സംഭവിക്കണമല്ലോ. പിന്നെ ഹോസ്പിറ്റലും മറ്റും ഉണ്ടായിരിക്കുകയില്ല. ആർക്കും അറിയാൻ പോലും കഴിയുകയില്ല. ചിറ്റമ്മയുടെ വീടൊന്നുമല്ല, അതായത് നിസ്സാര കാര്യം അല്ല. വിനാശത്തിൻ്റെ സാക്ഷാത്കാരം നയാ പൈസയുടെ കാര്യമല്ല. മുഴുവൻ ലോകത്തിൻ്റെയും തീ കാണുവാൻ സാധിക്കും. സാക്ഷാത്കാരം ഉണ്ടാകുന്നു. കേവലം തീ തന്നെ തീ പിടിച്ചിരിക്കുന്നതായി. മുഴുവൻ ലോകവും സമാപ്തമാകേണ്ടതുണ്ട്.
എത്ര വലിയ ലോകമാണ്! ആകാശം കത്തിപ്പോവുകയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം വിനാശമാകണം. സത്യയുഗവും കലിയുഗവും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. എത്ര അനേകം മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, എത്ര സാമഗ്രികളുണ്ട്! ഇതും കുട്ടികളുടെ ബുദ്ധിയിൽ പ്രയാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ചിന്തിക്കൂ, 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ദേവി ദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നുവല്ലോ. എത്ര കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര മനുഷ്യരുണ്ട്! ഇപ്പോൾ കലിയുഗമാണ്. തീർച്ചയായും ഇതിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ബാബ ആത്മാക്കളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. അതും അറിവോടെ ഓർമ്മിക്കണം. വെറുതെ ശിവ ശിവ എന്ന് വളരെ പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികളും പറയുന്നു, എന്നാൽ ബുദ്ധിയിൽ അറിവൊന്നുമില്ല. അനുഭവത്തോടെ അല്ല പറയുന്നത്. അത് ബിന്ദുവാണ്. നമ്മളും ഇത്രയും ചെറിയ ബിന്ദുവാണ്. ഇങ്ങനെ അറിവോടെയാണ് ഓർമ്മിക്കേണ്ടത്. ആദ്യം ഞാൻ ആത്മാവാണ് എന്നത് ഉറപ്പിക്കൂ. പിന്നെ ബാബയുടെ പരിചയം ബുദ്ധിയിൽ നല്ല രീതിയിൽ ധാരണ ചെയ്യൂ. അന്തർമുഖരായ കുട്ടികൾക്ക് തന്നെയാണ് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ആത്മാവ് ബിന്ദുവാണ്. നമ്മുടെ ആത്മാവിന് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ 84 ജന്മങ്ങളുടെ പാർട്ട് എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ആത്മാവ് സദോപ്രധാനമായി മാറുന്നത്? ഇതെല്ലാം വളരെയധികം അന്തർമുഖമായിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ തന്നെയാണ് സമയം എടുക്കുന്നത്. കുട്ടികൾക്കറിയാം, ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇത് ബുദ്ധിയിൽ ഉറയ്ക്കണം. നമ്മൾ ആത്മാവാണ്. ശരീരത്തിൻ്റെ ബോധം കുറയുമ്പോഴാണ് സംസാരിക്കുന്ന കാര്യത്തിൽ നന്നാകുന്നത്. ഇല്ലെങ്കിൽ പെരുമാറ്റം തീർത്തും മോശമായി പോകുന്നു. കാരണം ശരീരത്തിൽ നിന്നും വേറിട്ടവരാകുന്നില്ല. ദേഹാഭിമാനത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നു. യജ്ഞത്തോട് വളരെ ഓണസ്റ്റ് ആയിരിക്കണം. ഇപ്പോഴാകട്ടെ വളരെ അലക്ഷ്യരാണ്. ആഹാര രീതികളും അന്തരീക്ഷവും ഒന്നും നന്നായിട്ടില്ല. ഇനി വളരെയധികം സമയം വേണം. സർവീസബിളായ കുട്ടികളെയാണ് ബാബ ഓർമ്മിക്കുന്നത്. പദവിയും അവർക്കാണ് നേടുവാൻ കഴിയുന്നത്. വെറുതെ സ്വയം തന്നെ സന്തോഷിപ്പിക്കുക മാത്രം ചെയ്യുന്നത് കടല ചവയ്ക്കുന്നത് പോലെയാണ്. ഈ കാര്യത്തിൽ വളരെയധികം അന്തർമുഖത ആവശ്യമാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും യുക്തി ആവശ്യമാണ്. എക്സിബിഷനിലും ആരും മനസ്സിലാക്കുന്നില്ല. തങ്ങളുടെ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയുക മാത്രം ചെയ്യുന്നു. ഇവിടെയും നമ്പർ വാറാണ്. നിശ്ചയമുണ്ട്, നമ്മൾ കുട്ടികളായിരിക്കുന്നു. ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. നമ്മൾ ബാബയുടെ പൂർണ്ണമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ തൊഴിൽ. മുഴുവൻ ദിവസവും വിചാരസാഗര മഥനം നടന്നുകൊണ്ടിരിക്കും. ഈ ബാബയും വിചാരസാഗര മഥനം ചെയ്യുന്നുണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെ പദവി നേടും? കുട്ടികൾക്ക് 2 പേരും ഒരുമിച്ചാണ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. 2 എൻജിൻ ലഭിച്ചിരിക്കുകയാണ്. കാരണം വലിയ കയറ്റമാണല്ലോ. പർവ്വതത്തിൽ പോകുമ്പോൾ വണ്ടിക്ക് 2 എൻജിൻ ഘടിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് പോകവേ വണ്ടി നിന്നു പോകുന്നു. പിന്നെ തെന്നി താഴേക്ക് വരുന്നു. നമ്മുടെ കുട്ടികളും ഇങ്ങനെയാണ്. കയറി കയറി പരിശ്രമം ചെയ്ത് പിന്നെ കയറ്റം കയറുവാൻ സാധിക്കുന്നില്ല. മായയുടെ ഗ്രഹണവും കൊടുങ്കാറ്റും ഏൽക്കുന്നു. പിന്നെ ഒറ്റയടിക്ക് താഴെ വീണ് തവിട് പൊടിയാകുന്നു. അല്പം പോലും സേവനത്തിൻ്റെ അഹങ്കാരം വന്നു പോയാൽ വീണു പോകുന്നു.
മനസ്സിലാക്കുന്നില്ല. ബാബയുണ്ട്, കൂടെ ധർമ്മരാജനുമുണ്ട്. അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മേൽ വളരെ ഭാരിച്ച ശിക്ഷ ഉണ്ടാകും. ഇതിനേക്കാൾ പുറത്ത് കഴിയുന്നതാണ് നല്ലത്. ബാബയുടേതാവുകയും സമ്പത്ത് നേടുകയും ചെയ്യുന്നത് ചിറ്റമ്മയുടെ വീടല്ല, അതായത് എളുപ്പമുള്ള കാര്യമല്ല. ബാബയുടേതായ ശേഷം അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദുഷ്പേരുണ്ടാക്കുകയാണ്, വളരെയധികം മുറിവേൽക്കുന്നു. അവകാശിയാകുന്നത് ചിറ്റമ്മയുടെ വീടല്ല. പ്രജകളിൽ ചിലർ ഇത്രയും ധനികരായി മാറുന്നു, പറയുകയേ വേണ്ട. അജ്ഞാനകാലത്തിൽ ചിലർ നല്ലവരായിരിക്കും, ചിലർ മറ്റൊരു രീതിയിലായിരിക്കും. അയോഗ്യരായ കുട്ടികളോട് പറയും, നമ്മുടെ മുന്നിൽ നിന്നും മാറിപ്പോകൂ എന്ന്. ഇവിടെ ഒന്നോ രണ്ടോ കുട്ടികളുടെ കാര്യമല്ല, ഇവിടെ മായ വളരെ ബലവാനാണ്. ഇതിൽ കുട്ടികൾക്ക് വളരെ അന്തർമുഖരാകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങളിൽ ബലിയർപ്പണമാകും. പിന്നെ വളരെയധികം പശ്ചാത്തപിക്കും. നമ്മൾ ബാബയെക്കുറിച്ച് ഇത്രയും അപകീർത്തി ചെയ്തു വന്നു. സർവവ്യാപി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വയം തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത്, അവർക്കുള്ള ശിക്ഷയും കുറവല്ല. അങ്ങനെ വെറുതെ പോവുകയില്ല. അവർക്കാണെങ്കിൽ കൂടുതൽ പ്രയാസമാണ്. സമയം വരുമ്പോൾ ബാബ ഇവരെല്ലാവരിൽ നിന്നും കണക്കെടുക്കും. വിധി നിർണയത്തിൻ്റെ സമയത്ത് എല്ലാവരുടെയും കണക്കുകൾ സമാപ്തമാകുന്നുവല്ലോ. ഇതിൽ വളരെ വിശാല ബുദ്ധി ആവശ്യമാണ്. മനുഷ്യരാകട്ടെ, നോക്കൂ, ആർക്കെല്ലാമാണ് പീസ് പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ പീസ് ഉണ്ടാക്കുന്നത് ഒരാളാണല്ലോ. കുട്ടികൾ എഴുതണം, ലോകത്തിൽ പ്യൂരിറ്റി, പീസ്, പ്രോസ്പെരിറ്റി ഭഗവാന്റെ ശ്രീമത്ത് അനുസരിച്ച് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ശ്രീമത് പ്രശസ്തമാണ്. ശ്രീമദ് ഭഗവത്ഗീത ശാസ്ത്രത്തിന് എത്ര ആദരവ് കൊടുക്കുന്നു. ആരുടെയെങ്കിലും ശാസ്ത്രത്തെയോ ക്ഷേത്രത്തെയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എങ്കിൽ എത്ര അടികൂടുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ മുഴുവൻ ലോകവും എരിഞ്ഞ് ഭസ്മമാകും. ഈ ക്ഷേത്രവും മസ്ജിദും എല്ലാം എരിഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് പവിത്രമാകണം. ഈ ചിന്ത നടന്നുകൊണ്ടിരിക്കട്ടെ. കുടുംബത്തെയും സംരക്ഷിക്കണം. ഇവിടെ അനേകം പേർ വരുന്നുണ്ട്. ഇവിടെ ആടുകളെ പോലെയല്ലല്ലോ വെക്കേണ്ടത്. കാരണം ഇത് അമൂല്യ ജീവിതമാണ്. ഇവരെ വളരെ സംരക്ഷണത്തിൽ വെക്കേണ്ടതുണ്ട്. കുട്ടികളെയും മറ്റും കൊണ്ടുവരുന്നത് നിർത്തലാക്കേണ്ടി വരും. ഇത്രയും കുട്ടികളെ എവിടെ ഇരുത്തി സംരക്ഷിക്കുവാനാണ്? കുട്ടികൾക്ക് അവധി ലഭിക്കുമ്പോൾ വിചാരിക്കും മറ്റെവിടെ പോകുവാനാണ്. മധുബനിൽ ബാബയുടെ അടുക്കലേക്ക് പോകുന്നു. ഇത് ധർമ്മശാല പോലെയായി. പിന്നെ യൂണിവേഴ്സിറ്റി എങ്ങനെയാകും? ബാബ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്യും, ആരും കുട്ടികളെ കൊണ്ടുവരരുത് എന്ന്. ഈ ബന്ധനവും കുറഞ്ഞു വരും. മാതാക്കളോട് ദയവ് തോന്നുന്നു. ഇതും കുട്ടികൾ അറിയുന്നുണ്ട്. ശിവ് ബാബയാകട്ടെ ഗുപ്തമാണ്. ഇദ്ദേഹത്തോടും ചിലർക്ക് ആദരവില്ല. നമുക്ക് ശിവ് ബാബയുമായാണ് കണക്ഷൻ എന്ന് മനസ്സിലാക്കുന്നു. ശിവ് ബാബ തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. മായ മൂക്കിന് പിടികൂടി തലകീഴായ കാര്യം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, വിട്ടുകളയുന്നില്ല. രാജധാനിയിൽ എല്ലാവരും വേണമല്ലോ. ഈ സാക്ഷാത്കാരങ്ങളെല്ലാം അന്തിമത്തിൽ ഉണ്ടാകും. ശിക്ഷകളുടെയും സാക്ഷാത്കാരം ഉണ്ടാകും. കുട്ടികൾക്ക് മുമ്പും ഈ എല്ലാ സാക്ഷാത്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും
ചിലരൊക്കെ പാപം ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നില്ല. പല കുട്ടികളും കെട്ടിട്ടിരിക്കുന്നത് പോലെയാണ്. നമുക്ക് ആകേണ്ടത് 3rd ക്ലാസ് തന്നെയാണ്. അതിനാൽ പാപം ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നില്ല. കൂടുതൽ നല്ല രീതിയിൽ തനിക്കുള്ള ശിക്ഷകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിച്ചു തരേണ്ടി വരുമല്ലോ, നമുക്ക് 3rd ക്ലാസ് തന്നെയാണ് ആകേണ്ടത് എന്ന് കെട്ടിടാതിരിക്കൂ. ഇപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്മി നാരായണന്മാർ ആകണം എന്നുള്ള കെട്ടിടണം. ചിലരാകട്ടെ നന്നായി കെട്ടിടുന്നുണ്ട്, ചാർട്ട് എഴുതുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ യാതൊന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെയുള്ള ചാർട്ടും വളരെ പേർ വച്ചിരുന്നു. അവർ ഇന്നില്ല. മായ വളരെയധികം വീഴ്ത്തുന്നു. പകുതി കൽപ്പം ഞാൻ സുഖം നൽകുന്നു. അപ്പോൾ പകുതി കൽപ്പം പിന്നെ മായ ദുഃഖം നൽകുന്നു. ശരി, മധുരമായ വളരെ കാലം വേർപിരിച്ച ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അന്തർമുഖരായി ശരീരബോധത്തിൽ നിന്നും ഉപരിയായിരിക്കുന്നത് അഭ്യസിക്കണം. ആഹാര രീതിയും പെരുമാറ്റ രീതിയും നന്നാക്കണം. സ്വയം തന്നെ സന്തോഷിപ്പിക്കുക മാത്രം ചെയ്ത് അലക്ഷ്യരാകരുത്. കയറ്റം വളരെ ഉയർന്നതാണ്. അതിനാൽ വളരെയധികം ജാഗ്രതയോടെ നടക്കണം. ഏതൊരു കർമ്മവും സൂക്ഷിച്ചു ചെയ്യണം. അഹങ്കാരത്തിൽ വരരുത്. തലകീഴായ കർമ്മം ചെയ്ത് ശിക്ഷകൾ തയ്യാറാക്കരുത്. നമുക്ക് ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ ആകുക തന്നെ വേണം എന്ന് കെട്ടിടണം. വരദാനം: ആത്മീയതയുടെ ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ അന്തരീക്ഷത്തെ ആത്മീയം ആക്കുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ആത്മീയതയുടെ സ്ഥിതിയിലൂടെ തൻ്റെ സേവാകേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കൂ. അതിലൂടെ സ്വയം തൻ്റെയും വരുന്ന ആത്മാക്കളുടെയും സഹജ ഉന്നതി ഉണ്ടാകാൻ കഴിയും വിധം. കാരണം പുറമേയുള്ള അന്തരീക്ഷം കാരണം ക്ഷീണിതരായി ആരെല്ലാം വരുന്നോ അവർക്ക് എക്സ്ട്രാ സഹയോഗത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനാൽ അവർക്ക് ആത്മീയ വായുമണ്ഡലത്തിൻ്റെ സഹയോഗം നൽകൂ. സഹജ ആക്കുകയും ചെയ്യൂ. ഈ സ്ഥാനം സഹജമായി തന്നെ ഉന്നതി പ്രാപ്തമാക്കുന്നതിൻ്റെതാണ് എന്ന് വരുന്ന ഓരോ ആത്മാവും അനുഭവിക്കട്ടെ. സ്ലോഗൻ: വരദാനിയായി ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും വരദാനം നൽകിക്കൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ബാബ കമ്പൈൻഡായിരിക്കുകയാണ്. അതിനാൽ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പോയിക്കൊണ്ടിരിക്കൂ. ദൗർബല്യവും നിരാശയും ബാബയെ ഏൽപ്പിക്കൂ. തൻ്റെ പക്കൽ വയ്ക്കാതിരിക്കൂ. തൻ്റെ അടുത്ത് കേവലം ഉന്മേഷവും ഉത്സാഹവും വയ്ക്കൂ. സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും നൃത്തമാടിക്കൊണ്ടിരിക്കൂ. പാടിക്കൊണ്ടിരിക്കൂ. ബ്രഹ്മഭോജൻ കഴിച്ചുകൊണ്ടിരിക്കൂ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു.
മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.